നമ്മുടെ കോളേജിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വലിയ വർക്കൊന്നുമില്ല അതിനകത്ത്. മെയിനായിട്ട് മെക്കാനിക്കൽ വർക്കായിരുന്നു. മെക്കാനിക്കൽ വർക്കും ചെറിയ ഓൾട്രേഷൻ വർക്കുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ 2 ലൈറ്റ്, അതുപോലെ സ്കേർട്ട്, ലിപ്പ്, ആ ബമ്പർ പെയിൻറ്റിങ്, അങ്ങനെയുള്ള ചെറിയ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമ്മളിതിനകത്ത് ചെയ്തത് ഇതിൻ്റെ ക്ലച്ച് കാര്യങ്ങൾ, അതുപോലെ സസ്പെൻഷൻ വർക്ക്, റിയർ ഷോക്ക്, അങ്ങനെയുള്ള കുറേ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വണ്ടി പൊള്ളാച്ചിയിൽ നിന്ന് വന്ന വണ്ടിയാണ്. കസ്റ്റമർ സാറിൻ്റെ പേര് ബാല എന്നാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വന്നതാണ് വണ്ടി. സെക്കൻഡ് ഹാൻഡ് എടുത്തു. അങ്ങനെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ട് പെയിൻറ്റ് ഏകദേശം ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ലാസ്റ്റ് ഡിസംബറിൽ, എങ്ങനെ വെച്ചാൽ 1 വർഷമുണ്ട്. ആ ഡിസംബറിൽ നമുക്ക് ഫുള്ളായിട്ട് റീപെയിൻറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റീപെയിൻറ്റോ കാര്യങ്ങളോ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിതിനകത്ത് മാറ്റം വരുത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാൻ കളറിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, സീറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സീറ്റ് നമ്മൾ ബാക്കിലെ സീറ്റ് മാത്രം സിംഗിൾ സീറ്റായിരുന്നു, RSൻ്റെ സീറ്റായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് സീറ്റ് ആക്കിയിട്ട്, എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഉള്ളതാണ്, അതുകൊണ്ട് അവർക്ക് സ്ട്രൈറ്റ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സ്ട്രൈറ്റ് സീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ടാൻ കളറിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ടാൻ കളർ സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീല് നമ്മുടെ നേരത്തെ കോളേജിലുണ്ടായിരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ആ സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതിനകത്ത് വൈറ്റ് ആയിരുന്നു. വൈറ്റ് മാറ്റിയിട്ട് ടാൻ കളറിൽ സീറ്റിനോട് മാച്ചാകുന്ന പോലെ തന്നെ കളർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാര്യമായിട്ട് ഈ സീറ്റിൽ കാര്യമായിട്ട് യാതൊരുവിധ മാറ്റങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ കൺസോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ മറ്റേ സീറ്റിൻ്റെ ഇതിലേക്ക് തന്നെ ടൂണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിയർ ലിവറിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഡോർ പാഡുകളും നമ്മൾ മാറ്റി നമ്മൾ പ്ലൈവുഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞൊരു സാധാ സെറ്റായിരുന്നു. പിന്നെ നമ്മളത് സോണിയുടെ സെറ്റ് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ആൻഡ്രോയിഡിനെക്കാളും സോണി ഇതുപോലുള്ള സിംഗിൾ ടിൻ സെറ്റാണ് നമുക്ക് ഔട്ട്പുട്ട് നല്ലോണം കിട്ടുക. ആൻഡ്രോയിഡൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അതിൽ ഒരു എക്സ്ട്രാ ആംപ്ലിഫയർ പോലെ പവർ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഫ്ലോർ മാറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നേരത്തെ ഉള്ളത് അതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് സ്പീക്കറുകളാണ്. സ്പീക്കറുകൾ നമ്മൾ ഫുള്ള് JBL സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അല്ല, ഫുള്ള് JBLൻ്റെ നോർമൽ സ്പീക്കറുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സീറ്റാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സീറ്റായിരുന്നു വന്നത്. സിംഗിൾ സീറ്റ് മാറ്റി സിംഗിൾ സീറ്റ് മാറ്റി നമ്മൾ ഫുൾ ലൈൻ സീറ്റ് 3 ആൾക്ക് ഇരിക്കാവുന്ന പോലുള്ള ഒരു സീറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്കും കൂടെ എക്സ്ട്രാ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക വെച്ചാൽ അവരുടെ ഫാമിലി കുറച്ച് കൂടുതലാണ് ആയതുകൊണ്ടാണ് ഇപ്പോൾ മിക്ക TN വണ്ടികളിലും തമിഴ്നാട് വണ്ടികളിൽ സിംഗിൾ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡബിൾ സീറ്റ് ആക്കാനായിരിക്കും പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള കേരള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലും അതിന് സിംഗിൾ ആക്കാൻ പറയുന്നത്. ബാക്കി തമിഴ്നാട് വണ്ടികളൊക്കെ നമുക്ക് ഏകദേശം ഇതുപോലെ സ്ട്രൈറ്റ് സീറ്റ് ആക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സ്ട്രൈറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. അതും നമുക്ക് ഇതേ റെക്സൻ കിട്ടിയിട്ടില്ല, ഈ സെയിം റെക്സൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനൊരു മാച്ച് ആകുന്നത് പോലുള്ളൊരു റെക്സൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അറിയൊന്നുമില്ല, കറക്റ്റായിരിക്കും. അതേ ഒരു മാച്ചിങ്ങിലാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെല്ലാം JBL സിസ്റ്റം ഇട്ടത് കൊണ്ട് സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ലവണ്ണം ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു പവർ വിൻഡോ സ്വിച്ച് പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി. ഫ്രണ്ട് റൈറ്റ് സൈഡ് ഗ്ലാസ് വൈൻഡറും ഇതിനകത്ത് നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ പഴയ ലൈറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ വെച്ചിരിക്കുന്നത്. ചെറിയ മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സബ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ കൊണ്ടുവന്നാണ്. പിന്നെ ബാക്കിൽ നമ്മൾ JBLൻ്റെ ഓവൽ സ്പീക്കറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ JBLൻ്റെ ഓവൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ 600 വാട്ട്സിൻ്റെയാണ് വരുന്നത്. ഏകദേശം ഒരു സബിൻ്റെ എഫക്റ്റ് അത് നല്ലവണ്ണം നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള തന്നെയാണ് JBLൻ്റെ 600 വാട്ട്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ അതുപോലെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് ലൈറ്റും അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ RSL വീൽ കപ്പ് ഉണ്ടായിരുന്നില്ല, നമ്മൾ വീൽ കപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒറിജിനലല്ല, ഉണ്ടാക്കിയത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കിത് അത്യാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്യാൻ തന്നെ ഏകദേശം നമുക്ക് 1.5 മാസത്തോളം ആയി വണ്ടി തന്നിട്ട് ക്ലിയർ ആക്കാനായിട്ട്. ചെറിയ വർക്കുള്ളൂ, മെക്കാനിക്കൽ വർക്കാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ചെറിയ വർക്കാണ് ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നമുക്ക് സമയമെടുത്തു. കോളേജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കത് സമയമെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഹർബറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റില്ല. എന്തായാലും സമയമെടുത്ത് തന്നെ ചെയ്യണം. പിന്നെ ഇതിൽ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ മാത്രം നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കോ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല, ഒക്കെ സെയിം തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഇൻഡിക്കേറ്റർ മാത്രം നമ്മൾ ഒറിജിനൽ സെറ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ വരുന്ന സമയത്ത് അത് മൊത്തം പൊട്ടിയായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്കത് ടെസ്റ്റിന് ആകുമ്പോൾ ചെയ്യാമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പിന്നെ വേറെ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഗ്രിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധാ നോർമൽ ലുക്ക്, ഒരു ക്യൂട്ട് ലുക്ക്, അത്ര തന്നെ. വേറെ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ, ഗ്രിൽ ലൈറ്റ് ഒന്നും തന്നെ ഫിറ്റ് ചെയ്തിട്ടില്ല. ഫ്ലാഷ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. കറക്റ്റ് ഒരു ലെവലിൽ മാത്രം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 നമ്പർ പ്ലേറ്റും അതിൻ്റെ ഫ്രെയിമും ഇതിനകത്ത് മാറ്റുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള നമ്പർ പ്ലേറ്റാണ് ഇതിനകത്ത് വന്നത്. അത് മാറ്റി നമ്മൾ ഇങ്ങനെ ഒരു IND നമ്പർ പ്ലേറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ക്യൂട്ട് ലുക്ക്, ഒരുപാടില്ല എങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ലെവൽ ലുക്ക് അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തമിഴ്നാട് വണ്ടിയാണ്, പൊള്ളാച്ചി വണ്ടിയാണ്, നമ്മുടെ സ്വന്തം ബാലാണ്ടൻ്റെ വണ്ടിയാണ്. ബാലാണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ശരി, ഇടപഴകാനാണെങ്കിൽ ശരി, പക്ക ക്യൂട്ടാണ്. ചെറിയൊരു മനസ്സുള്ള ആളാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനും അതുപോലെ തന്നെ ശരിങ്ങി എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. നല്ല രസമാണ് സംസാരിക്കാൻ തന്നെ. അപ്പോൾ എന്തായാലും അണ്ണൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഡിസംബറിലാണ് ടെസ്റ്റ് വരുന്നത്. ആ സമയത്താണ് ഇനി ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആൾ വണ്ടി എടുത്തതും തന്നെ നേരെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ഏകദേശം 1 മാസം സമയം പറഞ്ഞു, പക്ഷേ കുറച്ച് ഡിലേ ആയി. 1.5 മാസത്തിന് മേലെയായി കൊടുക്കാനായിട്ട്. അത് ചെറിയ വർക്കാണെന്നുണ്ടെങ്കിൽ, വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ, പോളിസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി സമയം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. ചില വണ്ടികളൊക്കെ 3 മാസം 4 മാസം എന്ന് പറഞ്ഞ വണ്ടികൾ വീണ്ടും ഡിലേ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വർക്കിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ബാലാണ്ടൻ്റെ സുഹൃത്തും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. വാങ്ങണം, വാങ്ങ. ഇതാണ് ബാലാണ്ണൻ. സംസാരിക്കാനാണെങ്കിൽ ശരി, എപ്പോഴും ഈ ചിരിച്ചൊരു മൈൻഡാണ്. ദേഷ്യപ്പെടുക കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. നമ്മൾ എന്ത് തന്നെ വർക്ക് പറഞ്ഞാലും ശരിങ്ങി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. നല്ല രസമാണ് സംസാരിക്കാൻ തന്നെ. ബാലാണ്ണ വർക്ക് எப்படி இருக்குண்ணா? ஒர்க் சூப்பர்ண்ணா. நான் நினைச்சு சொன்ன மாதிரியே வண்டி வந்துருச்சு. ഇനിയിപ്പോൾ 2-3 ഐറ്റം மட்டும் നമുക്ക് പെൻഡിങ് இருக்குது. എംബ്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഡിലേ ആയത്. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. இது ஒன்று மட்டும்தான் பேலன்ஸ் பெண்டிங். பாக்கியெல்லாம் நம்ம பர்ஃபெக்ட் எல்லாம் ஓகே. பக்கா தானே வண்டி, பக்கா தானே. என்ன சொல்றீங்க நீங்க நம்ம ஒர்க் ஷாப் பத்தி என்ன பத்தியோ? வெரி குட். பக்கா எக்ஸ்ட்ரா. உங்களுக்கு நல்லா இருக்கு. നൈസ് വർക്ക്. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ പോലാണ്.